നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് if സ്റ്റേറ്റ്മെൻ്റ് ആണ്. if സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. നമ്മളൊരു പ്രോഗ്രാമിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഒരു കോഡ് കൊടുക്കുന്നു. ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ if എന്ന് പറയുന്ന കീവേഡ് എഴുതി നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ സാധാരണ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. ഇതിനുള്ളിലാണ് നമ്മൾ കോഡ് നമ്മൾ കൊടുക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു ifൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ var a = 10 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ എ 0 കൂടുതലാണെന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമുക്കറിയാം എ 0 കൂടുതലാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നൊരു കോഡ് കൊടുക്കുന്നു. ആ കോഡ് നമുക്കിവിടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യണം. സോ നമ്മളിവിടെ ആദ്യമായി ചെയ്യേണ്ടത് if എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ കണ്ടീഷൻ കൊടുക്കുന്നു. എ > 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ നമ്മുടെ if ബ്ലോക്ക്, അതായത് ഈ കർലി ബ്രാക്കറ്റ് ഇതുപോലെ കൊടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ. സോ എ > 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സോ നമ്മളിവിടെ നമ്മുടെ കോഡ് കൊടുക്കുന്നു. ഡോക്യുമെൻറ്റ് ഡോട്ട്, നമ്മളിപ്പോൾ സിമ്പിൾ കോഡാണ് കൊടുക്കുന്നത്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് പോസിറ്റീവ് നമ്പർ എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ എ 0 കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഞാൻ എയുടെ വാല്യൂ -10 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഒന്നും ലഭിക്കുന്നില്ല. കാരണം എയുടെ വാല്യൂ 0 കുറവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുകളിലൊരു എ > 0 ആണെന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് നമ്പർ. ഇനി എ > 0 അല്ലെങ്കിൽ നമ്മളിവിടെ എൽസ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുന്നു. ഇതാണ് if else സ്റ്റേറ്റ്മെൻറ്റ്. സോ എൽസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്ത് വീണ്ടും നമ്മളിതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഞാൻ തൽക്കാലം ഈ ഒരു കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ നെഗറ്റീവ് നമ്പർ എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം എ 0 കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മുകളിൽ കൊടുത്ത കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട്. ഇപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് -10 ആണ്. അതുകൊണ്ട് തന്നെ എൽസ് എന്ന് പറയുന്ന ബ്ലോക്കിനുള്ളിലെ കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാം നമുക്ക് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് if else സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഇനി ഉദാഹരണത്തിന് ഞാനിവിടെ എയുടെ വാല്യൂ 0 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. സോ 0 ആക്ച്വലി ഒരു നെഗറ്റീവ് നമ്പർ അല്ല. സോ നമുക്ക് നമ്മുടെ റിസൾട്ട് ഇവിടെ ഒരു തെറ്റായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ 2 റിസൾട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്തു. ആ കണ്ടീഷൻ ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ. സോ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് ഇനി 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ലഭിക്കണം. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് if else if സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഞാനിവിടെ else if എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു ബ്രാക്കറ്റിനുള്ളിൽ എ <0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഒന്നുകൂടി ക്ലിയർ ആയി ഇവിടെ. സോ നമ്മൾ ആദ്യമായി if എ > 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ കിട്ടി, പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. എ <0 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് നമ്മൾ ഇതുപോലെ പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എത്ര LCF കണ്ടീഷൻ നമുക്ക് താഴോട്ട്, എത്ര LCF കണ്ടീഷൻ നമുക്ക് ഇഷ്ടമുള്ള എത്ര LCF കണ്ടീഷൻ താഴോട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ നമ്മുടെ കണ്ടീഷൻ എല്ലാം കഴിഞ്ഞാൽ, ഒരുവിധം നമ്മൾ എല്ലാ കണ്ടീഷനും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ ഒരു കണ്ടീഷനും അല്ലെങ്കിൽ എന്ത് റിസൾട്ട് കൊടുക്കണം? സോ നമ്മൾ അവസാനമായി ഒരു എൽസ് കൊടുക്കുന്നു. ശേഷം വീണ്ടും ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഞാനിവിടെ ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ 0 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു LCF 3 ബ്ലോക്ക് മാത്രം കൊടുക്കാൻ കാരണം നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 3 പോസിബിലിറ്റീസ് ആണ്. ഒന്ന് പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ 0. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്നും കൂടി നോക്കാം. ആദ്യമായി എയുടെ വാല്യൂ 0 കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്ന ഈ കോഡ് റൺ ആവുന്നു. എ < 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. 0 കുറവാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന ഈ കോഡ് റൺ ആവുന്നു. ഈ 0 കൂടുതലും 0 കുറവും അല്ലെങ്കിൽ സോ ഓഫ് കോഴ്സ് നമുക്കറിയാം ആ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമ്മുടെ 0 എന്ന് പറയുന്ന ഈ ഒരു കോഡ് റൺ ആവുന്നു. സോ നമ്മളിവിടെ 0 എന്ന് കൊടുത്തു. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് 0 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ 10 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നമ്പർ ലഭിക്കുന്നു. അതുപോലെ 9 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നമ്പർ ലഭിക്കുന്നു. സോ ഞാനിവിടെ -7 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ ഇത്തരത്തിലാണ് if സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്.